ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒരു കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ചിക്കൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലയും എരിവ് കുറവുള്ള മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ഒരു ചിക്കനിലേക്ക് ചെറിയ രീതിയിലൊരു കോട്ടിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ആ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കത് മിക്സ് ആക്കി എടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. അതിന് ശേഷം വേണം നമുക്ക് ആ ഒരു കറി റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റ് ചേരുവകളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ഈ ഒരു ചിക്കൻ കറിയുടെ ചാറിനൊക്കെ നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് തേങ്ങ വറുത്ത് അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ ചിരകിയതാണ്, ഒരു 5 ചെറിയ ഉള്ളിയെ. ആ ഒരു തേങ്ങയുടെ കളർ ഇതേപോലെ മാറി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക. വീണ്ടും മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. തേങ്ങ ഈ ഒരു രീതിക്ക് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ എരിവ് കുറവുള്ള മുളക് പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചെറിയ ചൂടിൽ തന്നെ ആ ഒരു പൊടി നമുക്ക് നല്ലതുപോലെ മൂത്ത് കിട്ടിക്കോളുവേ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയല്ല, കുരുമുളക് പൊടിക്കാത്തത്. പൊടിയായിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതിയേ. ഇനി നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഉരുളി ചൂടായി വന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഒരു ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മുളക് മൂത്ത് വരുന്ന സമയത്ത് അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു കുടപ്പം വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിരുന്നതാണ്. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള സൈസ് ഉള്ളിയായിരുന്നു, 20 എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാവേ. ചെറിയ രീതിയിൽ അതൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. 4 മീഡിയം സൈസിലുള്ള സവാള ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു സവാളയൊക്കെ ഈ ഒരു രീതിക്ക് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇച്ചിരി കൂടി പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ വരാൻ പാകത്തിന് കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഈ ഒരു പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറിയിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ സവാളയ്ക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ ചെറിയൊരു പച്ചച്ചൊവ ഉണ്ടാവും കേട്ടോ. അത് ഒഴിവാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ പൊടിയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കനില്ലേ, അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കനും ആ ഒരു സവാളയൊക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു ചിക്കനിലുള്ള വെള്ളം നമുക്ക് ഒന്ന് ഊറി വരണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടേ ചെറിയ രീതിയിലൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു ചിക്കനിലുള്ള വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് ഊറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചിക്കനിലുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളവും കൂടിയായിട്ട് നല്ലതുപോലെ ചാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളി ഇതേപോലെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. അത് ആ ഒരു ചിക്കൻ കുറച്ചും കൂടി ഒന്ന് വേവണ സമയത്ത് ആ ഒരു തക്കാളിയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അടച്ചു വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു തക്കാളിയൊക്കെ ഇല്ലേ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന ഒരു അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കൂടി ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഈ ഒരു കറിയിലെ നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അത്യാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളൊരു കറിയിലേക്ക് ഒരു ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കൂടി തിളപ്പിച്ചെടുത്തപ്പോഴത്തേക്കും നമ്മുടെ കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനേ. അപ്പോൾ ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്തില്ലേ, ഈ ഒരു കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഗരം മസാല ഇതേപോലെ ഒന്ന് തൂളി കൊടുക്കാം കേട്ടോ.
ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കറിയുടെ കളറും ആ ഒരു ടേസ്റ്റൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നമ്മുടെ ട്രൈ ആൻഡ് ടേസ്റ്റി പറഞ്ഞ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.